നമ്മളിന്ന് +1 മാത്തമാറ്റിക്സിൽ ഈ വർഷം 2026 നടന്ന മോഡൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലാദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ പാസിംഗ് ത്രൂ ദ പോയിൻറ്റ്സ് 0,0, 10,0 ആൻഡ് 0,4. സോ ഫസ്റ്റ് നമുക്ക് മനസ്സിലാവേണ്ടത് ഇത് ഏത് ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആണെന്നുള്ളതാണ്. ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ നമ്മൾ പഠിക്കുന്നത് ഏതിലാണ്? കോണിക് സെക്ഷനിലെ ക്വസ്റ്റ്യനാണ് ഈ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് നോക്കാം ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദി സർക്കിൾ നമുക്ക് കാണണമെങ്കിൽ ആദ്യം നമ്മൾ അതിൻ്റെ ഇക്വേഷൻ അറിയണം. എന്താണ് ഒരു സർക്കിളിൻ്റെ ഇക്വേഷൻ? ആ സർക്കിളിൻ്റെ ഇക്വേഷൻ എന്താ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഇക്വേഷൻ ഓഫ് എ സർക്കിൾ ഈസ് x - h² + y - k² = r², വേർ എച്ചും കെയും എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സർക്കിളിൻ്റെ സെൻറ്ററിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആണെന്ത്? എച്ചും കെയും. ആർ എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസ്. സോ സർക്കിളിൻ്റെ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർക്കിളിൻ്റെ സെൻറ്റർ അറിയണം, സർക്കിളിൻ്റെ റേഡിയസ് അറിയണം. സോ നമുക്കിവിടെ സെൻറ്ററും റേഡിയസും തന്നിട്ടില്ല, നമുക്ക് 3 പോയിൻറ്റുകളാണ് തന്നത്. പക്ഷേ ഈ 3 പോയിൻറ്റുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. 0,0 എന്ന് പറഞ്ഞ പോയിൻ്റ് എവിടുത്തെ പോയിൻ്റാണ്? ഒറിജിനാണ് അല്ലേ. എക്സ് ആക്സിസും വൈ ആക്സിസും മീറ്റ് ചെയ്യുന്ന പോയിൻ്റാണ്. 10,0 അപ്പോൾ y 0 ആയതുകൊണ്ട് ഇത് എവിടുത്തെ പോയിൻ്റാണ്? എക്സ് ആക്സിസിലെ പോയിൻ്റാണ്. ഇവിടെ എക്സ് 0 ആണ്, അപ്പോൾ അത് എവിടുത്തെ പോയിൻ്റാണ്? വൈ ആക്സിസിലെ പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും ചെയ്യേണ്ട, സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് ജസ്റ്റ് ഫിഗർ ഔട്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മളിതിൻ്റെ ഫിഗർ വരക്കുകയാണെങ്കിൽ ഇതേപോലെയാണ് വരിക. എക്സ് ആക്സിസും വൈ ആക്സിസും. എക്സ് ആക്സിസിലെ പോയിൻറ്റ് 10,0, വൈ ആക്സിസിലെ പോയിൻറ്റ് 0,4 ആൻഡ് ഒറിജിൻ 0,0. ഈ 3 പോയിൻറ്റിലൂടെ പാസ് ചെയ്യുന്ന സർക്കിൾ എന്ന് പറഞ്ഞാൽ ഏകദേശം ഈ രൂപത്തിലായിരിക്കും. ഇത് നമ്മൾ 10ൽ കണ്ട ഒരു ഫിഗറാണ്. ഈ ആംഗിൾ എന്താ? 90 ആയിരിക്കും. ഇത് 90 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ ലൈൻ, ഈ 2 പോയിൻറ്റ് 0,4ഉം 10,0യും ജോയിൻ ചെയ്യുന്ന ഈ ലൈൻ ഈ സർക്കിളിൻ്റെ എന്തായിരിക്കും? സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. എന്തായിരിക്കും? ഈ സർക്കിളിൻ്റെ ഡയമീറ്റർ ആയിരിക്കും. എങ്കിൽ നമുക്ക് എളുപ്പമല്ലേ, ഈ ഡയമീറ്ററിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്ത്? ഈ സർക്കിളിൻ്റെ സെൻറ്റർ. എങ്കിൽ ഇതിൻ്റെ സെൻറ്റർ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഇതിൻ്റെ മിഡ് പോയിൻ്റ് ആയിരിക്കും എന്ത്? ഈ സർക്കിളിൻ്റെ സെൻറ്റർ. സോ സെൻറ്റർ കാണാൻ നമുക്ക് ഇക്വേഷൻ അറിയാം. മിഡ് പോയിൻ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താ? x1 + x2/2 y1 + y2/2, അഥവാ എക്സും എക്സും കൂട്ടുക. ഈ 2 പോയിൻറ്റിൻ്റെ മിഡ് പോയിൻ്റാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻ്റ് എങ്ങനെ കാണാം? എക്സും എക്സും ആഡ് ചെയ്യുക /2, ദറ്റ് ഈസ് 10 + 0/2, അതേപോലെ വൈയും ആഡ് ചെയ്യുക /2, y1 + y2/2, അഥവാ 0 + 4/2. സോ ആൻസർ എന്താ വരിക? 10 + 0 10, 10 ½ 5, 0 + 4 4, 4½ 2. സോ സെൻറ്റർ എന്ത് കിട്ടും നമുക്ക്? 5,2. സോ സർക്കിളിൻ്റെ സെൻറ്റർ കിട്ടിയില്ലേ? അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്യുകയാണ് 5,2. ഇനി സെൻറ്റർ മാത്രം പോരാ, ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് എന്തും കൂടി വേണം? സർക്കിളിൻ്റെ റേഡിയസ് അറിയണം. സോ റേഡിയസ് എന്ന് പറഞ്ഞതല്ലേ സർക്കിളിൻ്റെ ഒരു പോയിൻറ്റിൽ നിന്ന് സെൻറ്റർക്കുള്ള ഡിസ്റ്റൻസ് ആണെന്ത്? റേഡിയസ്. സോ റേഡിയസ് കാണണമെങ്കിൽ സെൻറ്ററും ഈ പോയിൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏത് പോയിൻ്റ് കൊടുക്കട്ടോ? നമുക്ക് ഏത് പോയിൻ്റ് കൊടുക്കുക എളുപ്പത്തിൽ കാണാൻ പറ്റിയതാ? ഈ 2 പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ മതി. സോ ഒരു പോയിൻറ്റ് 0, 0 ആണെങ്കിൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ. എന്താണ്? √(x² + y²). ആ പോയിൻറ്റിൻ്റെ എക്സ് കോർഡിനേറ്റിൻ്റെ സ്ക്വയർ പ്ലസ് വൈ കോർഡിനേറ്റിൻ്റെ സ്ക്വയർ. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്താ? 5² + 2² എന്ന് വരും. സോ 25 + 4 വരും. ആൻസർ എന്താ? √29. സോ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്ത് വരും? സെൻറ്റർ കിട്ടി, അഥവാ സെൻറ്റർ എന്താണ്? 5,2. അതിൽ 5 ആണെന്ത്? നമ്മുടെ എച്ച്. കെ ആണെന്ത്? 2. റേഡിയസ് ആർ എത്ര കിട്ടി? √29. സോ ഇക്വേഷൻ എന്ത് വരും? x - h എന്ന് പറഞ്ഞാൽ 5x - 5² + y - k എന്ന് പറഞ്ഞാൽ 2, y - 2² = r എന്ന് പറഞ്ഞാൽ √29. സോ √29² വരും. സോ ഇതിന് എഴുതുമ്പോൾ നമ്മളിങ്ങനെ എഴുതും x - 5² + y - 2² = √29². റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നാൽ രണ്ടും എന്തായി പോവും? ക്യാൻസലായി പോകും. സോ ആൻസർ എന്താ വരിക? 29. സോ ഇതാണെന്ത്? സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. 3 മാർക്ക്. ആ ചിത്രം നമുക്ക് വരക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഇക്വേഷനൊക്കെ എടുത്ത് വേറെ രീതിയിലും ചെയ്യാൻ പറ്റും. ഇതായിരിക്കും ഒരു സിമ്പിളസ്റ്റ് വേ. ഇനി ഇതേപോലെ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് പ്രൊബബിലിറ്റി എന്നുള്ള ചാപ്റ്ററിൽ നിന്നാണ്
അല്ലേ? നമ്മുടെ ഏറ്റവും ലാസ്റ്റത്തെ ചാപ്റ്ററാണ് പ്രോബബിലിറ്റിയുടെ ക്വസ്റ്റ്യനാണ് വന്നിട്ടുള്ളത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 3 ഇക്വേഷൻസ് ഉണ്ട്. ആ 3 ഇക്വേഷനും കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിച്ചോ, പി ഓഫ് എ എന്ന് പറഞ്ഞാൽ എയും എ കോംപ്ലിമെൻറ്റ് നമ്മൾ പഠിച്ചതാണ്. എയും എ കോംപ്ലിമെൻറ്റ് ഇതിലേതെങ്കിലും ഒന്നിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് തന്നാൽ രണ്ടാമത്തെ പ്രോബബിലിറ്റി നമുക്ക് കാണാൻ പറ്റും. പി ഓഫ് എ തന്നാൽ പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണാം, പി ഓഫ് എ കോംപ്ലിമെൻറ്റ് തന്നാൽ പി ഓഫ് എയും കാണാം. ഇതിൻ്റെ ഇക്വേഷനാണ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ് കാണണമെങ്കിൽ 1 മൈനസ് പി ഓഫ് എ. ഇനി പി ഓഫ് എ കാണണമെങ്കിൽ 1 മൈനസ് പി ഓഫ് എ കോംപ്ലിമെൻറ്റ്. ഒന്ന് തന്നാൽ രണ്ടാമത്തെ നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. അതേപോലെ ഉള്ള ഒരു ഇക്വേഷനാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനും എ യൂണിയൻ ബി കാണാനും. രണ്ടും സെയിം ഇക്വേഷനാണ്, ചെറിയ മാറ്റമേ ഉള്ളൂ. അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാൻ പറഞ്ഞാൽ ഇക്വേഷൻ എന്താ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് കൊടുക്കുക. ഇനി എ യൂണിയൻ ബി ആണ് കൊടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുക. ഇൻ്റർസെക്ഷൻ്റെ അവിടെ എന്ത് വരും? എ യൂണിയൻ ബി എന്ന് കൊടുക്കുക. ഈ യൂണിയൻ്റെ അവിടെ എന്ത് കൊടുക്കണം? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി എന്ന് കൊടുക്കുക. സോ ഈ 2 ഇക്വേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ആൻഡ് ലാസ്റ്റത്തെ ഒരു ഇക്വേഷനാണ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇക്വേഷൻ എന്താ വരിക? ഫസ്റ്റത്തത് പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ഇത് തിരിച്ചാണെങ്കിലോ പി ഓഫ് ബി ഇൻ്റർസെക്ഷൻ എ ഡാഷ് ആണെങ്കിലോ അപ്പോൾ നമുക്ക് എന്താ വരിക? പി ഓഫ് ബി. ആദ്യത്തത് പി ഓഫ് ബി മൈനസ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. ഓക്കെ ആണോ? അപ്പോൾ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി ഡാഷ് എന്നാണെങ്കിൽ എന്താ വരിക? ഫസ്റ്റത്തത് ഏതാണ്? പി ഓഫ് എ മൈനസ് ഇതിൻ്റെ ഇൻ്റർസെക്ഷൻ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ സി. ഓക്കെ ആണോ? ഈ 3 ഇക്വേഷൻ പഠിക്കണം. ഈ 3 ഇക്വേഷൻ വെച്ചുള്ള ക്വസ്റ്റ്യനാണത്. ഇതെന്തായാലും ഷുവറായിട്ട് വരും. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സാമിന് എപ്പോഴും ഷുവറായിട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഇവിടെ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കിക്കോ. പി ഓഫ് എ ഡാഷ് തന്നിട്ടുണ്ട്. പി ഓഫ് എ ഡാഷ് തന്നാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? പി ഓഫ് എ കാണാൻ പറ്റും. സോ പി ഓഫ് എയുടെ ഇക്വേഷൻ എന്താ? പി ഓഫ് എ is equal to 1 മൈനസ് പി ഓഫ് എ ഡാഷ്. സോ പി ഓഫ് എ is equal to 1 മൈനസ് പി ഓഫ് എ ഡാഷ്. സോ 1 മൈനസ് പി ഓഫ് എ ഡാഷ് നമുക്ക് തന്നിട്ടുണ്ട് 0.46. സോ മൈനസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 0.54 കിട്ടിയേ ഫസ്റ്റത്തെ ആൻസർ. ഇനി അടുത്ത പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ആണ് കാണേണ്ടത്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കാണാനുള്ള ഇക്വേഷൻ എന്താ? പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഈസ് ഈക്വൽ ടു നമ്മൾ പറഞ്ഞു പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് ഇൻ്റർസെക്ഷനാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ യൂണിയൻ ലാസ്റ്റ് വരും. പി ഓഫ് എ യൂണിയൻ ബി. ഇതെല്ലാം നമുക്ക് തന്നിട്ടില്ലേ? പി ഓഫ് എ ഇപ്പോൾ നമ്മൾ കണ്ടെത്തി എത്രയാണ്? 0.54 പ്ലസ് പി ഓഫ് ബി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.69 മൈനസ് പി ഓഫ് എ യൂണിയൻ ബിയും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 0.88. സോ ആൻസർ എന്ത് വരും? 0.54 പ്ലസ് 0.69 1.23 എന്ന് വരും മൈനസ് 0.88. സോ ആൻസർ എന്ത് വരും? 0.35. കാൽക്കുലേറ്റർ യൂസ് ചെയ്യട്ടോ. 0.35 ആൻസർ കിട്ടും. സോ പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി കിട്ടി. സിമിലർലി ലാസ്റ്റ് തന്ന പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ്. പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡാഷ് ഇക്വേഷൻ എന്താണ്? ഫസ്റ്റത്തത് ഏതാണ്? പി ഓഫ് എ മൈനസ് രണ്ടിൻ്റെ എന്ത് വരും? ഇൻ്റർസെക്ഷൻ പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി. പി ഓഫ് എ നമുക്ക് ആദ്യം കണ്ടെത്തി 0.54 മൈനസ് എ ഇൻ്റർസെക്ഷൻ ബി ഇപ്പോൾ കണ്ടെത്തി 0.35. സോ രണ്ടും മൈനസ് ചെയ്താൽ ആൻസർ എന്ത് കിട്ടും? ആൻസർ എന്ത് കിട്ടും? 0.19. സോ അതാണ് ലാസ്റ്റ് ആൻസർ. ഓക്കെ ആണല്ലോ? സോ നമ്മൾ 2 ചാപ്റ്ററാണ് പറഞ്ഞത്. ഒന്ന് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? സർക്കിളിൻ്റെ ഇക്വേഷൻ കാണാനുള്ളതും പറഞ്ഞു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞു? പ്രോബബിലിറ്റിയിൽ 3 ഇമ്പോർട്ടൻറ്റ് റിസൾട്ടും പഠിച്ചു. ഓക്കെ മക്കളെ, താങ്ക് യു.